പണം കായ്ക്കും കശുമാവ് തൊഴിലേക്കും കശുവണ്ടി എന്ന സന്ദേശം നൽകിക്കൊണ്ട് കേരള സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസി കർഷകർക്കായി പദ്ധതി ഒരുക്കുന്നു. ഗ്രാമപഞ്ചായത്തുകൾ വഴി കർഷകർക്ക് കശുമാവ് കൃഷി പദ്ധതിയിൽ അപേക്ഷിക്കാവുന്നതാണ്. കേരള സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസി വഴിയാണ് കശുമാവ് കൃഷി വ്യാപനത്തിനായി പദ്ധതി ഒരുക്കിയിരിക്കുന്നത്. കൃഷി, തദ്ദേശ സ്വയംഭരണം, വനം, റവന്യൂ, കേരള കാർഷിക സർവകലാശാല എന്നീ വകുപ്പുകൾ വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കശുവണ്ടി കൃഷിയിലൂടെ കർഷകർക്ക് സാമ്പത്തിക ഉന്നമനം നൽകുക, കശുമാവ് കൃഷി സംരക്ഷിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പദ്ധതി. ഗ്രാമപഞ്ചായത്തുകൾ വഴി സൗജന്യമായിട്ടാണ് കർഷകർക്ക് തൈകൾ വിതരണം ചെയ്യുന്നതെന്ന് ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജെ പറഞ്ഞു. ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്യുന്ന തരത്തിലുള്ള കശുമാവ് കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒട്ടനവധിയുള്ള പദ്ധതികളൊക്കെ എത്തിയിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ പദ്ധതി പ്രകാരം എല്ലാ ഗുണഭോക്താക്കൾക്കും സൗജന്യമായിട്ട് ഗ്രാഫ്റ്റിന് ബന്ധപ്പെട്ട കശുമാവ് കൃഷികൾ തൈകൾ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ 3 വർഷം കൊണ്ട് കായ്ക്കുന്ന ഇത്തരത്തിലുള്ള തൈകൾ നമുക്ക് 10 സെൻറ്റ് മുതൽ 1 ഏക്കർ വരെയും ഒക്കെ നമുക്ക് എത്രയാണോ ഒരു കർഷകൻ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനനുപാതികമായിട്ട് നൽകുന്നതാണ്, സൗജന്യമായിട്ട് നൽകുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ കശുമാവ് കൃഷിയിൽ താല്പര്യമുള്ള കർഷകർ എത്രയും വേഗം പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് വാർഡ് മെമ്പറുമായിട്ട് ബന്ധപ്പെട്ട് ലിസ്റ്റ് കൊടുത്തിട്ട് നമുക്ക് തൈകൾ ഇറക്കി തരുവാനുള്ള ക്രമീകരണങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പരിശീലനം, ഇത് എങ്ങനെയാണിത് നടേണ്ടതെന്നും ബാക്കിയുള്ള അതിൻ്റെ പരിപാലനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കേരള സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസി നമ്മുടെ ഒപ്പമുണ്ട്. അപ്പോൾ അത്തരത്തിൽ കൃഷിക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും അവർ ചെയ്യുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സബ്സിഡി അടക്കം നൽകിക്കൊണ്ടുള്ള പദ്ധതിയിൽ നടീൽ അകലം രീതി, ജൈവവളപ്രയോഗം, കീടനിയന്ത്രണം എന്നിവയിൽ കർഷകർക്ക് ക്ലാസുകളും നൽകും. മികച്ച പരിപാലനത്തിലൂടെ കശുമാവ് കൃഷിയിലൂടെ 1 ഏക്കറിൽ നിന്നും പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ വരുമാനം ലഭിക്കുന്ന പദ്ധതിയുടെ ഭാഗമാകാൻ ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് കർഷകരെ ക്ഷണിച്ചു. മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കും തൈകളുടെ വിതരണം.